എലക്ഷൻ കഴിഞ്ഞപ്പോൾ ഗർഭം പോയി, അതിജീവിതയും പോയി. അതിജീവിതയ്ക്ക് ഇപ്പോൾ ചാനലുകൾക്കും വേണ്ട, മൊട്ടയ്ക്കും വേണ്ട, അവരെ പോയിട്ട് ഇന്റർവ്യൂ ചെയ്ത സ്ത്രീകൾക്കും ഫെമിനിസ്റ്റിനും ഇപ്പോൾ വേണ്ട, പാർട്ടിക്കാർക്കും വേണ്ട. ഇത്രേ ഉള്ളൂ അതിജീവിതയുടെ ഒക്കെ സ്നേഹം. അത് ഇലക്ഷന് വേണ്ടിയിട്ടാണ് നിങ്ങളെ യൂസ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു സിനിമ ഇറങ്ങിയപ്പോഴും അതിജീവിത എല്ലാവർക്കും ഇതുപോലെ വേണമായിരുന്നു. സിനിമ ഇറക്കി അതിനെ അങ്ങോട്ട് നശിപ്പിച്ച് കളഞ്ഞപ്പോൾ ഇപ്പോൾ അതിജീവിതയും ഇല്ല, സിനിമയില്ല, ഒന്നുമില്ല. 2025 ശരിക്കും പറഞ്ഞാൽ അതിജീവിതയും കൊണ്ട് നിറഞ്ഞൊരു വർഷമായിരുന്നു. 2026 ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ 2026 തുടക്കം തന്നെ വാട്ടിയ ഫക്ക് എന്ന രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. കാരണം ഇന്ന് ബുധനാഴ്ചയാണ്, വെനസ്ഡേ W 1-ാം തീയതി, നാളെ തേഴ്സ്ഡേ T 2-ാം തീയതി, മറ്റന്നാൾ ഫ്രൈഡേ F 3-ാം തീയതി. ഈ 3 വാക്കും കൂടി എടുത്തു നോക്ക്, WTF, വാട്ട് ദ ഫക്ക് എന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ 2026 തുടങ്ങുന്നത്. 2026 മൂന്നാം ലോക മഹായുദ്ധമൊക്കെ പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രവചനമുണ്ട്. സ്വർണത്തിന് 2 ലക്ഷം ആവുന്നും പ്രവചനമുണ്ട്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണമെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.